City Gold, Gold and Diamonds, Kerala and Karnataka. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പകലുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം. ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുൻ അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട്? പെരുമഴയെന്നും നനഞ്ഞ മണ്ണെന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ. പെട്ടിമുടിയും പുത്തുമലയും കണ്ടവരാണ്, കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ്, മഹാപ്രളയം കണ്ടവരാണ്, ജീവൻ പണയം വെച്ചും പ്രാണൻ കാത്തവരാണ്. കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പിറപ്പിന്റെ പ്രാണൻ കാക്കാൻ. അത് ബഹുമാനക്കുറവല്ല സാറുമാരെ, സങ്കടത്തിൽ പറയുന്നതാണ്. ചെറിയ പ്രായത്തിൽ പെയിന്റ് പണിയിൽ തുടങ്ങി അച്ഛന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തവനാണ്. സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ജോലി വാങ്ങിക്കൊടുത്തവനാണ്. സഹോദരിമാരെ പഠിപ്പിച്ചവനാണ്. വീടിന്റെ നട്ടെല്ലാണ്. ഏതു മണ്ണാഴത്തിലാണെങ്കിലും അമ്മയും നാടും കാത്തിരിപ്പാണ്. അർജുനെ തീയിൽ കുരുത്തവനെ കരുത്തോടെ കർണാടകയിൽ അല്ലാഹുവേ ഒരു വാഹനത്തിൽ അകപ്പെട്ടു പോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനടിയിലാണ്. അല്ലാഹുവേ തമ്പുരാനെ നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ലാ. ഒരു മനുഷ്യനാണ് റബ്ബേ, ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടി അല്ലാ ഒരു കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ. ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ് റഹ്മാനെ. അല്ലാഹുവേ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ലാ. അല്ലാഹുവേ അനുജൻ വേണ്ടി കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ലാ. അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ലാ. ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ലാ. അർജുനം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരന് നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ. എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ, എളുപ്പം കൊടുക്കണേ. കൃഷ്ണബൈര ഗൌഡയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കൃഷ്ണബൈര ഗൌഡ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റോഡിൽ ഇപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. ഏറെക്കുറെ ഉറപ്പിക്കാം എന്ന് തന്നെ പറയുന്നു. ഇനി വളരെ കുറച്ച് പ്രദേശം മാത്രമേ ആ ഭാഗത്ത് തിരയേണ്ടതുള്ളൂ. റോഡിൽ അർജുൻ ഉപയോഗിച്ച ട്രക്ക് കാണാൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണബൈര ഗൌഡ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുഴയിലേക്ക് പോയിട്ടുണ്ട് എന്ന സംശയത്തിലാണ്. പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത്. അത്രമേൽ ബുദ്ധിമുട്ടേറിയതാണ് പുഴയിലെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തേണ്ടത്. മിനിസ്റ്റർ പറയുന്നത് അനുസരിച്ച് കരയിലെ, അതായത് റോഡിന്റെ മാർഗം അർജുനെ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അർജുന്റെ ട്രക്ക് കാണാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫീൽഡിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് GPS റഡാർ തിരഞ്ഞിരുന്ന ഭാഗത്ത് ട്രക്ക് കാണാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഇനിയുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇനി എസ്കേവേറ്റ് ചെയ്യാനുള്ളത്. അവിടെ മണ്ണ് മാന്തുന്നു, പക്ഷേ അവിടെ ആ ഭാഗത്ത് ഡോക്ടർ അരുൺ, അദ്ദേഹം പറയുമ്പോൾ റവന്യൂ മന്ത്രി ഇപ്പോൾ രക്ഷാപ്രവർത്തനം രാത്രിയിൽ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മണ്ണിനോട് ചേർന്ന് അല്ലെങ്കിൽ ആ മലയോട് ചേർന്നാണ് വണ്ടി നിർത്തിയിട്ടിരുന്നതായി കണ്ടതായി. അതുവഴി 8:10 അന്ന് അപകടം ഉണ്ടാകുന്നത് 8:45 8:10 അതുവഴി പാസ് ചെയ്തു പോയ വിനേഷ് കൃത്യമായി പറയുന്നുണ്ട് ആ മലയോട് ചേർത്താണ് ഈ വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടെ ഇപ്പോഴും മണ്ണ് കിടക്കുകയാണ്. ഡോക്ടർ അരുൺ, അപകട സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ആ മണ്ണ് നീക്കാതെ വിടാനാണോ അവർ ഉദ്ദേശിക്കുന്നത്? അതല്ല, അവരിന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നാണ് കൃഷ്ണബൈര ഗൌഡ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എക്സ്പേർട്ട് ഒപ്പീനിയൻ അനുസരിച്ച് 30 അടി നീളമുള്ള അതിന്റെ നീളവും വീതിയും അളന്നു നോക്കുമ്പോൾ ഒരു സാധ്യതയും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി മിറക്കിൾസ് മാത്രമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, GPS റഡാർ ഉപയോഗിച്ച് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ആ ട്രക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ളത് ആ മലയടിവാരത്തുള്ള ഭാഗമാണ്. പക്ഷേ അവിടെ കൂടുതൽ മണ്ണെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അവിടെ മണ്ണെടുത്താൽ മുകളിൽ നിന്ന് വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അല്പം നിരാശപ്പെടുത്തുന്ന ഒരു റെസ്പോൺസാണ് ഇപ്പോൾ കൃഷ്ണദേവഗൌഡയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കൃഷ്ണബൈര ഗൌഡ പറയുന്നതനുസരിച്ച് നിലവിൽ ട്രക്ക് റോഡിൽ കാണാനുള്ള സാധ്യത തുലോം വിരളമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗംഗാവാലിയിലേക്ക് ഈ ട്രക്ക് പോയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ വേണം. അതിന് എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമുണ്ട്. വളരെ ശ്രദ്ധേയമായ കാര്യം, ഇതുവരെയും ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നത് സംസ്ഥാന സർക്കാരും ജില്ലാ അതോറിറ്റിയും ആണെങ്കിൽ ഇനി അത് ആർമിയും നേവിയും ഏറ്റെടുക്കുന്നു. ആർമിയുടെയും നേവിയുടെയും നിർദ്ദേശപ്രകാരമായിരിക്കും
രക്ഷാദൗത്യം ഏകോപിപ്പിക്കുക എന്നുകൂടിയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം. നമ്മൾ 129 മണിക്കൂറുകൾ കാത്തിരുന്ന അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമം, അവസാനത്തെ ശ്രമവും വിഫലമാവുകയാണോ എന്ന ഒരു പ്രതീതിയാണ് ഈ ഘട്ടത്തിൽ ഈ പ്രതികരണത്തിൽ നിന്നുണ്ടാവുന്നത്. ട്രക്ക് റോഡിൽ കാണാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. GPS റഡാർ സിഗ്നൽ കാണിച്ചെടുത്ത് ട്രക്ക് കാണുന്നില്ല. ഇനി തൊട്ട് മുമ്പുള്ളൊരു ചെറിയ ഭാഗമുണ്ട്, നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത ഈ ട്രക്ക് കിടന്നു എന്ന് പറയപ്പെടുന്ന ലക്ഷ്മണന്റെ കടയുടെ എതിർഭാഗത്തുള്ള ഭാഗം, അത് മലയടിവാരത്തോട് ചേർന്നുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് ട്രക്ക് കാണാനുള്ള സാധ്യത അതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിരളമാണ്. പക്ഷേ നമുക്ക് ഫീൽഡിൽ നിന്ന് സർട്ടിഫിക്കേഷൻ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇനിയുള്ള 2 മണിക്കൂർ ആ ഭാഗത്തുള്ള മണ്ണാണ് നീക്കം ചെയ്യുക. രാത്രിയിൽ ഇന്നും രക്ഷാപ്രവർത്തനം ഉണ്ടായിരിക്കില്ല. ആർമി സ്ഥലത്തെത്തിയിട്ടുണ്ട്, നേവി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ആർമിയുടെയും നേവിയുടെയും ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരമായിരിക്കും രക്ഷാപ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളത്. ഏറെ ഖേദകരമായ കാര്യം, ഇത് ഗംഗാവാലി നദിയിലേക്കാണ് ഈ ട്രക്ക് മറിഞ്ഞിരിക്കുന്നതെങ്കിൽ നേരത്തെ ഒരു ടാങ്കർ ലോറിക്ക് സംഭവിച്ചതുപോലെയുള്ള ഒരു ആപത്ത് ഒരു പക്ഷേ അർജുന് സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലോറി എപ്പോൾ വീണ്ടെടുക്കും, അത് എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ് ഇത്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ. അതൊരു മഴക്കാലത്ത് ഡ്രിഡ്ജിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് വളരെ ചിലവേറിയതുമാണ്, ബുദ്ധിമുട്ടേറിയതുമാണ്. ആ ഭാഗത്തേക്ക് ഡ്രിഡ്ജിംഗ് എക്യുപ്മെന്റ്സ് ഗോവ ഭാഗത്തു നിന്നാണ് കൊണ്ടുവരേണ്ടത്. നേരത്തെ അതിനുള്ള ശ്രമങ്ങൾ MLA തുടങ്ങിയിരുന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഗോവ സർക്കാരിൻ്റെ കൂടി പ്രതികരണം അറിയേണ്ടതുണ്ട്. അവിടുന്ന് എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നാൽ മാത്രമേ ഡ്രിഡ്ജിംഗ് ആരംഭിക്കാൻ സാധിക്കൂ. അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനമാണ്. മാത്രവുമല്ല 40 കിലോമീറ്റർ താഴെയാണ് ആ ഗംഗാവാലിയിൽ ഒഴുകിപ്പോയ ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ മൃതശരീരം കിട്ടിയത്. 7 കിലോമീറ്റർ താഴെയാണ് ആ ടാങ്കറിലെ ബുള്ളറ്റ് ടാങ്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പ്രേക്ഷകർക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറയുന്നു, ട്രക്ക് റോഡിൽ കാണാനുള്ള സാധ്യത നന്നേ വിരളമാണ്. GPS റഡാർ സിഗ്നൽ ഭാഗത്ത് ട്രക്കിന്റെ സാന്നിധ്യമില്ല എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ഒരേ ഒരു സാധ്യത, ഒരു 10% സ്ഥലം അത് ഈ മലയുടെ അടിവാരത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. പക്ഷേ അവിടെ ട്രക്ക് കാണാനുള്ള സാധ്യത സാങ്കേതികമായി ഇല്ല എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രഞ്ജിത്ത് ഇസ്രായേലിയുടെയും NDRFിന്റെയും SDRFിന്റെയും ആർമിയുടെയും സംഘം അവിടെയുണ്ട്. ടിപ്പറുകളും ഒപ്പം ടോറസുകളും ചേർന്ന് അവിടെ പ്രവർത്തനം നടത്തുകയാണ്. JCB മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള 2-3 മണിക്കൂർ കൊണ്ട് ആ മലയടിവാരത്തേക്കുള്ള ഏകദേശം 20 അടി നീളത്തിലും വീതിയിലും ആ തെരച്ചിൽ നടത്തും. റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നതനുസരിച്ച് 30 അടി നീളമുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് അത് കുറുകെ കിടന്നാലും അത് നേരെ കിടന്നാലും അത് കണ്ടെത്തേണ്ട ദൂരത്തിലേക്ക് അവർ അടുക്കുന്നു. സാധ്യത കുറയുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. പക്ഷേ രഞ്ജിത്ത് ഇസ്രായേലി ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. മലയടിവാരത്തിലുള്ള മണ്ണ് കുമ്പാരം കൂടി എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാര്യത്തിലൊരു സ്ഥിരീകരണം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സാധ്യത 1, റോഡിലില്ലെങ്കിൽ അത് പുഴയിലേക്ക് വീണിട്ടുണ്ടാവാം. പുഴയിലേക്ക് വീണാൽ തന്നെ 2 സാധ്യതകളാണ്. ഒന്ന്, പുഴയോട് ചേർന്നുള്ള ധാരാളം ചെളി അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. നമ്മൾ നേരത്തെ ഗംഗാവാലിയുടെ തീരത്ത് നിന്നും ഞാനിത് തത്സമയം പ്രേക്ഷകരിലേക്ക് കാഴ്ച എത്തിയതാണ്. കാല് വെച്ചാൽ പോലും പൂണ്ടുപോകുന്ന രീതിയിലുള്ള ചെളി 26 അടി താഴ്ചയിലുണ്ട് ഈ ഗംഗാവാലിയിൽ എന്നുള്ളതാണ്. ഇത്രയും അധികം ഭാരവുമായി ഈ വാഹനം അവിടേക്ക് ചെളിയിലേക്ക് പൂണ്ടുപോയിട്ടുണ്ടെങ്കിൽ, മണ്ണിനടിയിൽ വെള്ളത്തിനടിയിൽ ആ വാഹനം കിടപ്പുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് കണ്ടെത്തുക സാധ്യമല്ല. അതിന് മുകളിലെ ചെളിക്കൂമ്പാരം മാറ്റണം. ഇപ്പോൾ പുറത്തുനിന്ന് ചെളിയോ മാലിന്യങ്ങളോ മാറ്റുന്നത് പോലെയല്ല പുഴയ്ക്കുള്ളിലെ ചെളി മാറ്റുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ്. മാത്രവുമല്ല ഏതു സമയത്തും അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലി ലാൻഡ് സ്ലൈഡ് ആക്റ്റീവ് ഏരിയയാണ് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തിയ പ്രദേശമാണ്. അവിടെ നിന്നുകൊണ്ട് അത്തരം ഡ്രിഡ്ജിംഗ് സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഇതുവരെയും ആലോചിച്ചിട്ട് പോലുമില്ല. അങ്ങനെയെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനത്തിനായിരിക്കും ഒരുപക്ഷെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ പോലീസ് ഓഫീസേഴ്സ്, ഹൗ ലോങ് വി can stay? How far? Come. Near the blockade? No, I am not supposed to give a media briefing. 100 meters. Please. Where is the SP, sir? He will be coming in very shortly. SP is coming. One minute. SP is coming only. Yeah. SP told me that he will be here by 9 Yeah, 9 a.m. he will come. He will come. He didn't reach here. Yeah, he is not here. Still, you are taking effort to remove the media persons. How is it possible, sir? No. Let me get the answer, sir, please. Where is the SP, sir? Where is the SP? Where is the SP, sir? Where is the SP, sir, please? Where is the SP? Where is the SP, sir? I don't know where he is. Okay, he doesn't know where is the SP. Yeah, that's SP whatever you feel like then talking, tell me. you talk to me. Yeah, I will talk. I will talk to the media person. No, Definitely. Where is the SP? Where is the district authority? Where is the district state relief board? Please come, sir. Where is the Clear the person area, sir, who is please. responsible? Please, it is in your So, safety. no SP here. ജില്ലാ ഭരണകൂടത്തിൽ ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടില്ല. So do you have anything to
Where is the SP, sir? SP is coming there. SP is coming only. He is from Kalwa, right? He is coming from Kalwa. SP എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. SP വന്നുകൊണ്ടിരിക്കുന്നു. SP is coming. But SP is coming from morning onwards. SP എന്നോട് നേരിട്ട് പറഞ്ഞത് 9 മണിക്ക് SP എത്തും എന്നാണ്. പക്ഷേ SP എവിടെയെന്ന് ആർക്കും അറിയില്ല. So where should we go? Where should we go? How far? Tell us how far we should go. Where is your SP, sir? Tell him, he told me that he will brief us. Where is he? Where is the SP? Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.